മോർലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ അച്ചൂസ് 2 ദിവസമായിട്ട് പറയണം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ പൊടി കലക്കി ഉണ്ടാക്കുവാണ്. അപ്പോൾ നമുക്ക് വിടട്ടോ. എന്തോ കമ്മല കഴിച്ചെടുത്തല്ലേ കള്ള എന്തോ. അപ്പോൾ നമുക്ക് വിടട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതാ 1 കപ്പ് പത്തിരിപ്പൊടി എടുക്കാം, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു 400 ഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കരയൊക്കെ ഇതാ നല്ലോണം ഉരുകി വരുന്നുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചിട്ടാൽ പെട്ടെന്ന് ഉരുകി കിട്ടും. പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച കാരണം എനിക്കത് പൊട്ടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കരമായിട്ടും കല്ല് കണക്കങ്ങ് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ ഇതാ ഉരുകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുകുമ്പോഴത്തേക്കും നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ചെറിയൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് ആ സമയം കൊണ്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര ഞാൻ ചെറിയൊരു ജാറിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഏലക്ക, ഒരു 4 ഏലക്ക നമുക്കൊന്ന് മിക്സിയുടെ ഇതിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 4 ഏലക്കയും അതിൻ്റെ തൊണ്ട് കളഞ്ഞു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ശർക്കര ഫുള്ളായിട്ടെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കെടുക്കാം. അപ്പം നമുക്കിനി ഇത് ചൂടോടുകൂടി തന്നെ ഈ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ആ ശർക്കരയിലുള്ള കല്ലൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അരിച്ചൊഴിക്കണം. അരിച്ചാലും ഒഴിക്കണം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ആ ശർക്കര എല്ലായിടത്തും ഒന്ന് ആകണം. ആ പൊടിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതാ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇനി ഒരു ആവശ്യത്തിന് ഇത് ഇച്ചിരി ലൂസാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഇളം ചൂടുവെള്ളം ഇതാ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഒരു 1/2 കപ്പൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് ഒഴിച്ച് നോക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കരുത്. നമ്മളെടുത്ത വെള്ളത്തിൽ കുറച്ച് ഒഴിച്ച് വെക്കാം. പൊടികളൊക്കെ നമ്മൾ ഓരോരുത്തരെടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നോക്കാം. ഇത് കുറച്ച് കട്ടിയല്ല, അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ലപോലെ ഈ ഒരു പരുവാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചില്ലേ പഞ്ചസാരയും ഏലക്കയുടെ പൊടിയും കൂടി, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലോട്ട് 2 പഴം, ഞാലിപ്പൂവൻ പഴമുണ്ട്, ചെറുതാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. ഇത് നമുക്ക് നല്ലപോലെ മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് വരാം. ഇതാ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ. നമ്മൾ ആ ഉണ്ടാക്കണതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെയിറ്റ് ചെയ്യുന്നതും വേണ്ട, ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വല്ലതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ എല്ലാം പാകത്തിന് കറക്റ്റാണ്. അപ്പോൾ ഞാൻ കാരണം ഉപ്പൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് നോൺ സ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പം ഞാൻ എന്താ നമ്മുടെ ഈ മാവ് ഒരു ഗ്ലാസ്സിലോട്ടാണ് കേട്ടോ ഫസ്റ്റ് എടുക്കുന്നത്. ആ ഗ്ലാസ്സിലോട്ട് എടുത്തിട്ടാണ് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഒഴിക്കുന്നത്. ഇത് എൻ്റെ എളുപ്പത്തിന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കപ്പോൾ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം ഞാൻ എന്താ എല്ലായിടത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തീ കുറച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അച്ചിക്കുട്ടാ, ആര് പറഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന? അച്ചിക്കുട്ടൻ ഉണ്ണിയപ്പം ഇഷ്ടമാണോ? അച്ചിക്കുട്ടൻ 2 ദിവസമായി അമ്മ എനിക്ക് ഉണ്ണിയപ്പം വേണം എന്ന് പറയണം അല്ലേ അച്ചു? ഇപ്പം അടുക്കള വന്ന് നിൽക്കുമോ ഉണ്ണിയപ്പം നോക്കി റെഡി ആയോ എന്ന്. നമ്മുടെ ഉണ്ണിയപ്പം മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്താ മറിച്ചിട്ട് കൊടുക്കട്ടെ. മറിച്ചിടാൻ ഇങ്ങനെ ഇതായിട്ട് കളിക്കണം. അതെപ്പോഴും നമ്മൾ ഉണ്ണിയപ്പം ഒന്ന് ഇത് മറിച്ചിട്ടാറേ. ഫസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് വെച്ചിക്കൂട്ടെ. ഇതാ ഇപ്പുറത്തോട്ട് വെച്ച് ചേഞ്ച് ചെയ്തമ്മ. സ്പൂൺ കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അച്ചിക്കൂട്ടൻ ഇത് കണ്ടപ്പോൾ അച്ചിക്കൂട്ടന് ചെയ്യണമെന്നാണ് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ചെയ്യണ്ട എന്ന് പറഞ്ഞു. എണ്ണയൊക്കെ ചൂടല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യണ്ട. നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. അയ്യോ അയ്യോ അയ്യോ, ഉറക്കം തെളിഞ്ഞിട്ടില്ല. അമ്പുക്കുട്ടാ, അമ്പുസേ, നമ്മുടെ പൊന്നെ. അയ്യോടാ, ഉറക്കം തെളിഞ്ഞില്ല. അയ്യോ. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പം എന്തായാലും റെഡി. ഇതാ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മാവും കൂടി ഞാൻ ഒഴിക്കട്ടെ. എങ്ങനെയുണ്ട് അച്ചുകുട്ട ഉണ്ണിയപ്പം? ആണോ? ഒന്ന് കാണിച്ച്, സോഫ്റ്റ് കാണിച്ച്. അച്ചുകുട്ട ഓ, ഇന്ന് വേറെ രീതിക്കാണ് ഉണ്ടാക്കിയ. ഇഷ്ടപ്പെട്ടാ?